കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിലാണ് നസീറ മരിച്ചതെന്ന് സഹോദരൻ യൂസഫ് അലി 24-നോട് പറഞ്ഞു. ടി സിദ്ദിഖ് MLA പറഞ്ഞതാണ് വസ്തുതയെന്നാണ് അദ്ദേഹം പറയുന്നത്. വെന്റിലേറ്ററിന്റെ സഹായം ലഭിക്കാത്തതാണ് മരണത്തിന് കാരണമായത്. ആത്മഹത്യക്ക് ശ്രമിച്ച നസീറ അപകടനില തരണം ചെയ്തിരുന്നുവെന്ന് മകളുടെ ഭർത്താവ് നൈസൽ അത് പറയുന്നുണ്ട്. സമീർ സി മുഹമ്മദ് ഇതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അത് കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണമാണ് ടി സിദ്ദിഖ് MLA ഉന്നയിച്ചത്. 3 പേരുടെ മരണത്തിന് ഈ സംഭവം ഇടയാക്കി എന്നാണ് MLA ആരോപിക്കുന്നത്. ഈ സംഭവത്തിൽ ഒരാൾ മരിച്ചത് അദ്ദേഹം അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ്. മേപ്പാടി സ്വദേശികളായിട്ടുള്ള നസീറ എന്ന 44-കാരി. അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ഇപ്പോൾ MLA പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മരണത്തിന് ഇടയായത് ഇന്നുണ്ടായ അപകടമാണ് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, എൻ്റെ സിസ്റ്റർ വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് വന്നതുകൊണ്ട് അതിനുള്ളിൽ ആൾക്കാർ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതാക്കി ഞങ്ങൾ ICUന്ന് ഇവരെ പുറത്തേക്ക് ഞങ്ങൾ കയറിച്ചാണ് ഇറക്കുന്നത്. അവിടെ ഒരു എമർജൻസി ഡോറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ വെന്റിലേറ്ററിലൂടെ ഉള്ള പേഷ്യൻ്റ് അതിലേക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ ഡോറ് ഞങ്ങളെല്ലാവരും കൂടി ചവിട്ടി പൊളിച്ചിട്ടാണ് ഇവരെ പുറത്തേക്ക് ഇറക്കി. ICUലുള്ള പേഷ്യൻറ്റിന് മൊത്തം ഇടുപ്പ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നോക്കാം, പിന്നെ ശ്രമിക്കാമെന്നാണ് പറഞ്ഞത്. ഇവിടെ എത്തിയപ്പം ഇടുപ്പ് തീരല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അവർ ശ്രമിച്ചു നോക്കാമെന്നുള്ള ഇതാ പറഞ്ഞത്. പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആയപ്പോഴത്തേന് പിന്നെ ആൾ ഇതായിരുന്നില്ല വിളിച്ച് പറഞ്ഞു ചെയ്തു. ആത്മഹത്യക്ക് ശ്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള അതിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വലിയ റിക്കവറി ഉണ്ടായിരുന്നു. ആ വേളയിലാണോ ഈ സംഭവം ഉണ്ടായത്? അതെ, റിക്കവറി ആയി വന്നതായിരുന്നു. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തെ ഇന്നലെ രാത്രിയായിരുന്നു ഇവിടെ എത്തിയത്. അപ്പോൾ അതിൽ നിന്ന് റിക്കവറി ആയി മരുന്നൊക്കെ വാങ്ങിപ്പിച്ച് മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഭക്ഷണം ജ്യൂസാക്കി കൊടുക്കാൻ പറഞ്ഞ് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് ഭക്ഷണം കഴിച്ചതായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ അത്ര ഇത് വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്. അല്ല അങ്ങനെ വരില്ലായിരുന്നു ഞങ്ങൾക്ക്. അതെ, വെന്റിലേറ്ററിന് മറ്റേ പകരം ഒരു സംവിധാനം അവർ ഹോസ്പിറ്റലിൽ ഇവർക്ക് കാണാൻ സാധിച്ചില്ല. മെയിനായിട്ട് അവിടെ എമർജൻസി ഡോറില്ല. ഒരു എമർജൻസി ഡോർ എന്തെങ്കിലും സംഭവിച്ചാൽ പുറത്തേക്ക് പോകാനുള്ള ഒരു ഡോറില്ലായിരുന്നു അവിടെ. അതാണ് ഇത്ര ഇത് വന്നത്. അങ്ങനെ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതോടെ നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. അതില്ല, എമർജൻസി ഡോർ ഇല്ലാത്തതും കൊണ്ടാണ് ഇങ്ങനെ ഇത് ഒഴിവാക്കി കൊണ്ടുകൊണ്ട് വന്നത്. MLA പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുകയാണ് നസീറുടെ സഹോദരനും അതുപോലെ തന്നെ മരുമകനും. എന്തായാലും മെഡിക്കൽ കോളേജ് അധികൃതർ ഈ വിഷയം തള്ളുകയാണ്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത് അങ്ങനെയല്ല, നേരത്തെ തന്നെ അവരുടെ ആരോഗ്യനില വഷളായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള മരണമാണ് എന്നുമാണ്. കോഴിക്കോട് നിന്ന് ഷിജു ജാബർക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. കൃഷ്ണ, എനിക്ക് തോന്നുന്നത് ഈ പറയുന്നത് പോലെ മരണം എങ്ങനെ ഉണ്ടായി, അത് ഈ അപകടത്തെ തുടർന്നാണോ അല്ല അതിന് മുൻപാണോ എന്നൊക്കെയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആശുപത്രി അധികൃതർ സമ്മതിക്കുന്നില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഈ ആനുകൂല്യങ്ങളടക്കം ലഭിക്കുന്നതിലൊക്കെ അത് വലിയ തടസ്സമായി മാറും. മാത്രമല്ല ഉത്തരവാദിത്തം ആർക്കാണ് അത് കൃത്യമായി ഏറ്റെടുക്കേണ്ടതുണ്ട് അല്ലേ?